നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഫുട്ബോളിന് പെലെ എന്ന പോലെ ബാസ്കറ്റ്ബോളിന് മൈക്കിൾ ജോർഡാൻ എന്ന പോലെ ചിത്രകലാ പ്രേമികൾക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു പേരാണ് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റേത്. മരിക്കുക എന്നത് കഠിനമാണ്, എന്നാൽ ജീവിക്കുക എന്നത് അതികഠിനമാണ് എന്നെഴുതിയ ആ കലാകാരൻ ഒരു വെടിയുണ്ടയാൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഇതെൻ്റെ രക്തമാണ്, എടുത്തുകൊള്ളുക എന്ന മട്ടിൽ 2000-ലേറെ കലാസൃഷ്ടികൾ ലോകത്തിന് നൽകിയിട്ടാണ് വിട പറഞ്ഞു പോയത്. തെക്കൻ ഹോളണ്ടിലെ ഗ്രൂട്ട് സ്യൂഡറ്റ് എന്ന ചെറുഗ്രാമത്തിൽ 1853 മാർച്ച് 30-നാണ് വിൻസെൻ്റ് വില്യം വാൻ ഗോഗ് ഭൂജാതനായത്. പിതാവായ തിയോഡർ വാൻ ഗോഗ് ഒരു പുരോഹിതനായിരുന്നു. മാതാവിൻ്റെ പേര് അന്ന കോർണീലിയ കോർബെറ്റിസ് എന്നായിരുന്നു. കടുത്ത മതസംസ്കാരത്തിൻ്റെ ചുറ്റുപാടിലാണ് വിൻസെൻ്റ് വളർന്നത്. ബാല്യകൗമാരങ്ങൾ ആത്മവിശ്വാസക്കുറവിൻ്റെയും ആശയക്കുഴപ്പങ്ങളുടേതും ആയിരുന്നു. ദൈവവിളി കേൾക്കേണ്ടവനാണ് താനെന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹം ക്രിസ്തു കാട്ടിയ സഹനത്തിൻ്റെ മാർഗത്തിലൂടെ നീങ്ങുവാനാണ് ആഗ്രഹിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് വിൻസെൻ്റ് കുറച്ചുകാലം ഒരു ആർട്ട് ഡീലറായി ലണ്ടനിലും പാരീസിലും ജോലി ചെയ്തു. ഇക്കാലത്തുണ്ടായിരുന്ന ഒരു പ്രണയ തകർച്ച വിൻസെൻറ്റിനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. 1876-ൽ തൻ്റെ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ഭക്തിമാർഗങ്ങളിലേക്ക് തിരിഞ്ഞു. ഒരു പാതിരിയാകാനായിരുന്നു വിൻസെൻറ്റിന് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ തിയോളജി വിഷയമാക്കി ഡിഗ്രിക്ക് പഠിക്കുവാനായി അദ്ദേഹത്തെ ആംസ്റ്റർഡാമിലേക്ക് അയച്ചു. പക്ഷേ പ്രവേശന പരീക്ഷയിൽ തോറ്റതിനാൽ സർവകലാശാലയിൽ ചേർന്ന് പഠിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 1879-ൽ ഒരു താൽക്കാലിക മിഷണറിയായി അദ്ദേഹം ബെൽജിയത്തിലെ ഫ്രഞ്ച് ഭാഷ പഠിക്കുന്ന ബോറിനാച്ച് എന്ന കനികളുടെ നാടായ ഒരു പ്രദേശത്തെത്തി. കനിത്തൊഴിലാളികളുടെ കരിപുരണ്ട ജീവിതങ്ങൾക്കിടയിലെ വാസം അദ്ദേഹത്തിലെ ചിത്രകാരൻ്റെ ഭാവനയെ ജ്വലിപ്പിച്ചു. നരകജീവിതം നയിക്കുന്ന കനിത്തൊഴിലാളികളുടെ ദുരിതങ്ങളും വേദനകളും സ്വയം ഏറ്റുവാങ്ങി അദ്ദേഹം അവരിലൊരാളായി ജീവിച്ചു. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ആ ഹതഭാഗ്യരുടെ കഥകൾ ലോകത്തിനു മുമ്പിൽ വരച്ചു കാട്ടുവാനായി ആ മനസ്സ് വെമ്പൽ കൊണ്ടു. ബാല്യത്തിൽ ചിത്രകലയിലുണ്ടായിരുന്ന താല്പര്യം പുനർജീവിപ്പിക്കുവാനുള്ള തൻ്റെ തീരുമാനം സഹോദരനായ തിയോയെ അറിയിച്ചു. സന്തുഷ്ടനായ തിയോ മതജീവിതത്തിലേക്ക് കൂപ്പുകുത്താതെ ചിത്രകല ഗൗരവമായി എടുക്കുവാൻ ജ്യേഷ്ഠനെ ഉപദേശിച്ചു. ആ ഉപദേശം സസന്തോഷം വിൻസെൻ്റ് സ്വീകരിച്ചു. ഇക്കാലത്ത് ഒരു ഖനിത്തൊഴിലാളിയെപ്പോലെ ജീവിക്കുന്ന വിൻസെൻ്റ് ഒരു പുരോഹിതനാവശ്യമുള്ള മാന്യത സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സഭ അദ്ദേഹത്തെ പുറത്താക്കി. 1881-ൽ തിരിച്ച് ഹോളണ്ടിലേക്ക് പോയ വിൻസെൻ്റ് ചിത്രകലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1882-ൽ ഹോഗിലെത്തിയ വിൻസെൻ്റ് ബന്ധുവും പ്രശസ്ത ചിത്രകാരനുമായ ആൻ്റൺ മാവോയുടെ കീഴിൽ ജലച്ചായത്തിലും എണ്ണച്ചായത്തിലും ചിത്രരചന പരിശീലിച്ചു. ഗ്രാമക്കാഴ്ചകളും നഗരക്കാഴ്ചകളും ഉൾപ്പെടെയുള്ള പ്രകൃതി ദൃശ്യ ചിത്രങ്ങൾ രചിച്ചുവെങ്കിലും എല്ലായ്പ്പോഴും മനുഷ്യരെ വരയ്ക്കുവാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ ജീവിതത്തിലെ ദൈനംദിന ചിത്രങ്ങൾ. 1883-ൽ ആൻ്റൺ മാവോയുമായി വിൻസെൻ്റ് തെറ്റിപ്പിരിഞ്ഞു. ഇക്കാലത്ത് വിൻസെൻറ്റിനുണ്ടായ ചില സ്ത്രീബന്ധങ്ങൾ പിതാവിനെ അലോസരപ്പെടുത്തി. തുടർന്ന് നുവാനിലേക്ക് താമസം മാറ്റിയ വിൻസെൻ്റ് മികച്ച രേഖാചിത്രങ്ങളും ഛായാചിത്രങ്ങളും രചിക്കുവാൻ തുടങ്ങി. 1885 വസന്തകാലത്ത് ഉരുളക്കിഴങ്ങ് ഭക്ഷിക്കുന്നവർ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ വരച്ചു. പ്രശസ്തമായ ദ പൊട്ടറ്റോ ഈറ്റേഴ്സ്. ആഗസ്റ്റിൽ പാരീസിലൊരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു. 1885 നവംബറിൽ ബെൽജിയത്തിലെ ഒരു തുറമുഖ നഗരമായ ആൻഡേപ്പിയിലെത്തിയ വിൻസെൻ്റ് അവിടെ താമസിച്ച് ചിത്രരചന നടത്തി. ഇക്കാലത്ത് ജാപ്പനീസ് ചിത്രകലാ രീതികളായ ഉക്കിയോയിൽ അദ്ദേഹം തൽപരനായി. വിൻസെൻറ്റിൻ്റെ ചിത്രങ്ങൾ വാങ്ങുവാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒരേ ഒരു ചിത്രം മാത്രമാണ് വിറ്റുപോയത്. വിൻസെൻറ്റിൻ്റെ ചിലവുകൾ നടന്നിരുന്നത് സഹോദരനായ തിയോ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ടായിരുന്നു. അതിൽ തന്നെ ഭൂരിഭാഗവും ചെലവഴിച്ചത് ചിത്രരചനാ സാമഗ്രികൾ വാങ്ങുന്നതിനും കോഫിയും സിഗരറ്റും വാങ്ങുന്നതിനുമായിരുന്നു. 1886-ൽ സഹോദരനായ തിയോയ്ക്കൊപ്പം ഫ്രാൻസിൽ ചിത്രകലാരംഗത്ത് പുതിയതായി പടരുന്ന അനുഭൂതിവാദം അഥവാ പ്രതീതി പ്രാധാന്യവാദത്തെക്കുറിച്ച് അഥവാ ഇംപ്രഷനിസത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവിടെയുള്ള ചിത്രകാരന്മാരെ പരിചയപ്പെടുവാനും വാൻ ഗോഗ് തീരുമാനിച്ചു. ഫെർണാണ്ട് കോർമാൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു വാൻ ഗോഗ് ചിത്രകലാ പരിശീലനം നടത്തിയതും പരീക്ഷണങ്ങൾ നടത്തിയതും. മോണ്ടിസെല്ലയെ പോലുള്ള ചിത്രകാരന്മാരെ വാൻ ഗോഗിന് നന്നായി ബോധിച്ചു. പോൾ ഗോഗാൻ, പീറ്റർ റസൽ, പോൾ സിഗ്നാക്, എമിലി ബെർണാഡ് തുടങ്ങിയ നിരവധി ചിത്രകാരന്മാരുമായി അദ്ദേഹം പരിചയപ്പെടുകയും 2 വർഷം കൊണ്ട് 200ഓളം ചിത്രങ്ങൾ രചിക്കുകയും ചെയ്തു. 1888 ഫെബ്രുവരിയിൽ വിൻസെൻ്റ് പാരീസ് വിട്ട് തെക്കൻ ഫ്രാൻസിലെ ആർലേയിലേക്ക് യാത്രയായി. ആർലേയിലെ ജീവിതകാലത്താണ് വാൻ ഗോഗിൻ്റെ ചിത്രരചനാ ശൈലി പൂർണ്ണ വളർച്ചയിലെത്തുന്നത്. വാൻ ഗോഗ്സ് ചെയർ, ബെഡ്റൂം ഇൻ അരീസ്, ദ നൈറ്റ് കഫേ
സ്റ്റിൽ ലൈഫ്, വെയ്സ് വിത്ത് 12 സൺഫ്ലവേഴ്സ് തുടങ്ങിയ നിരവധി ചിത്രങ്ങളാണ് അക്കാലത്ത് അദ്ദേഹം രചിച്ചത്. ആ വർഷം ഒക്ടോബറിൽ പോൾ ഗോഗാൻ വാൻ ഗോഗിൻ്റെ നിർബന്ധപ്രകാരം ആർലയിൽ എത്തിച്ചേരുകയും ഇരുവരും ചേർന്ന് ചിത്രരചന നടത്തുകയും ചെയ്തു. വഴക്കാളിയും പ്രവചനാതീത സ്വഭാവത്തിനുടമയുമായ വിൻസെൻറ്റുമായി ചേർന്ന് പോകില്ല എന്ന് മനസ്സിലാക്കിയ ഗോഗാൻ തന്നെ വിട്ട് പോകാതിരിക്കാൻ വേണ്ടി വാൻ ഗോഗ് നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു പ്രശസ്തമായ ചെവി മുറിക്കൽ സംഭവം എന്ന് അറിയപ്പെടുന്നത്. വാൻ ഗോഗ് ഉന്മാദത്തിലേക്ക് വഴുതി വീഴുകയാണെന്ന് മനസ്സിലാക്കിയ ഗോഗാൻ പാരീസിലേക്ക് തിരിച്ചുപോയി. മതിഭ്രമത്തിനും വിഷാദത്തിനും അദ്ദേഹത്തിലെ ചിത്രകാരനെ തളർത്തുവാനായില്ല. മനസ്സിൻ്റെ പിടിവിട്ടു പോകുമ്പോഴെല്ലാം ബ്രഷിൻ്റെ പിടിവിടാതെ അദ്ദേഹം വരച്ചുകൊണ്ടേയിരുന്നു. യഥാർത്ഥമായി വരയ്ക്കുന്ന ആളല്ല, പകരം തനിക്ക് അനുഭവമാകുന്നത് വരയ്ക്കുന്ന ആളാണ് യഥാർത്ഥ ചിത്രകാരൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ദ റിയൽ പെയിൻറ്റർ ഡു നോട്ട് പെയിൻറ്റ് തിങ്സ് ആസ് ദേ ആർ, ദേ പെയിൻറ്റ് ദം ആസ് ദേ ദംസെൽഫ് ഫീൽ ടു ബി. 1890 ജൂലൈ 29 അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചു. അവസാനമായി തൻ്റെ പ്രിയ സഹോദരനായ തിയോയോട് അദ്ദേഹം പറഞ്ഞത് ഈ ദുഃഖം അവസാനം വരെ നിലനിൽക്കും എന്നായിരുന്നു. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.